ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതിക്ക് കുറച്ചധികം ഓർഡറുകളൊക്കെ കിട്ടുകയും കുറച്ചധികം വിവാഹങ്ങളുടെയും ഡെക്കറേഷൻസ് ഒക്കെ കിട്ടുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ രേവതിക്ക് ഒരു നല്ല എമൗണ്ട് പൈസ ഇങ്ങനെ കിട്ടാൻ തുടങ്ങുകയും ബിസിനസ് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ തുടങ്ങുകയൊക്കെ ചെയ്യുമ്പം ഓൾറെഡി നമ്മുടെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒക്കെ നല്ല കുശുമുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരാൾക്ക് കൂടി നല്ലൊരു അസൂയ രേവതിയോടുണ്ട് കേട്ടോ. രേവതിയുടെ ഒപ്പം തന്നെ ഇതുപോലെ വർക്കൊക്കെ ചെയ്യുന്ന വേറൊരു സ്ത്രീയുണ്ട്. അവർ രേവതിയുടെ വർക്കൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ നോക്കുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതിക്ക് എല്ലാ ഓർഡറുകളും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു വലിയ ഡെക്കറേഷൻ്റെ ഓർഡർ കിട്ടിയിരിക്കുക രേവതിക്ക്. അതുകൊണ്ട് അവർ അസൂയ മൂത്തിട്ട് ചന്ദ്രയുടെ അടുത്ത് വരികയാണ്. അതായത് ചന്ദ്രയുടെ ഒരു സ്റ്റുഡൻ്റായിട്ട് അവർ വരിക. ഒരു ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ അടുത്ത് വരുന്ന പോലെ വന്നിട്ട് ചന്ദ്രയോട് രേവതിയെക്കുറിച്ച് കുശുമ്പ് പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം രേവതിയെ ജോലിക്ക് വിടാതിരിക്കാൻ ചന്ദ്ര ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൈ ഉളുക്കിയെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചന്ദ്ര. അതേസമയം നമ്മുടെ രേവതിയാണ് ചന്ദ്രയുടെ കയ്യിലൊക്കെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചന്ദ്ര ഇവളെന്നെ ഇന്ന് കൊല്ലുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആ സ്ത്രീ ചന്ദ്രയോട് പറയണേ, അതെ മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, ഡാൻസ് പഠിപ്പിക്കുന്നതുകൊണ്ട്. മാസ്റ്റർ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, അല്ല എന്താ? അല്ല മാസ്റ്ററിൻ്റെ മരുമോളില്ലേ രേവതിയെ പോലെ തന്നെ പൂക്കച്ചവടവും ഡെക്കറേഷൻസും ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാനും. അപ്പോൾ രേവതിക്കൊരു ഭയങ്കര വലിയ ഓർഡർ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് പണം ഉണ്ടാക്കുമല്ലോ മരുമോള് എന്ന് പറയാണ്. അപ്പം ചന്ദ്രയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര പറയാം, അവൾക്ക് വലിയ ഓർഡർ കിട്ടി അവൾക്ക് കൊള്ളാം, അല്ലാതെ ഇപ്പം എനിക്കെന്താ? അവള് എങ്ങനെ ഇതൊക്കെ ആരൊക്കെ ഓർഡറൊക്കെ ഇവൾക്ക് കൊടുക്കുന്നുവാ? വെറും ഒരു മാലകെട്ടുകാരിയായിരുന്നു, വീടുകളിൽ കൊണ്ട് വണ്ടിയെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവളുടെ ബിസിനസ് പുരോഗമിച്ച് വലിയ വലിയ വിവാഹങ്ങളുടെയും ഫംഗ്ഷനുകളുടെയും ഒക്കെ ഓർഡർ കിട്ടാൻ തുടങ്ങി. കുറച്ചധികം പണവും അവൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പം ആ സ്ത്രീ പറയാ, അതെ കുറച്ചധികം പണം ഇപ്പം രേവതിക്ക് കിട്ടുന്നുണ്ട്, ഇതൊന്നും മാസ്റ്റർ അറിയുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര പറയാ, എന്തൊക്കെയോ അവളെ ചെയ്ത് കൂട്ടുന്നുണ്ട്, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ അവർ പറയാം, അല്ല ഞാൻ മാസ്റ്ററോടൊരു കാര്യം പറയാം, മാസ്റ്ററുടെ മരുമോളൊക്കെയാണ് കാര്യം, എന്നാലും മാസ്റ്ററിൻ്റെ അധ്യാപികയല്ലേ, എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന ആളല്ലേ, അപ്പോൾ ഇങ്ങനൊരു കാര്യമുള്ളപ്പം ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, അല്ലേ എന്താന്ന് വെച്ചാൽ നീ പറ എന്ന് പറയാം. അതെ, ഞാൻ ഈ പറയുന്ന കാര്യം ഒരിക്കലും രേവതി അറിയാൻ പാടില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയ്ക്ക് വീണ്ടും ആകാംക്ഷയായി. ചന്ദ്ര പറയാം, എന്താന്ന് വെച്ചാൽ പറ. അപ്പോഴേക്കും അവർ പറയാം, അതെ എന്നോട് രേവതി പറഞ്ഞ ഒരു കാര്യം ഞാൻ മാസ്റ്ററോട് പറയാൻ പോകുന്നത് എന്ന് പറയാം. എന്നിട്ട് പറയാം, അതെ രേവതിക്ക് ഇപ്പം വലിയ ഓർഡറുകളൊക്കെ കിട്ടിയില്ലേ, അപ്പം മാസ്റ്ററോടുള്ള പകരം വിടണമെന്നാണ് അവൾ പറയുന്നത്. വീട്ടിൽ വെച്ച് മാസ്റ്റർ അവളെ കുറേ ദ്രോഹിച്ചതല്ലേ, ഒരുപാട് ദ്രോഹിച്ചെന്നാണ് അവൾ പറയുന്നത്. അവളെ കൊണ്ട് ആ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്തു. ഇനി അവൾ സ്വന്തമായിട്ട് കുറച്ച് പണം ഉണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോൾ വേണം മാസ്റ്ററോട് തിരിച്ചടിക്കാനെന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ കണ്ണൊക്കെ തള്ളി ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വരിക. ചന്ദ്ര ചോദിക്കുക, നിന്നോട് അവൾ ശരിക്കും പറഞ്ഞു അങ്ങനെയൊക്കെ? പിന്നെ പറയാതെ, എൻ്റെ മാസ്റ്ററോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. രേവതി ഇക്കണക്കിന് പോയാലേ കുറച്ചധികം പണം ഉണ്ടാക്കും. അങ്ങനെ അവൾ കുറച്ചധികം പണം ഉണ്ടാക്കിയാലേ മാസ്റ്ററോടുള്ള പകരം വീട്ടും അവൾ. പിന്നെ ആ വീട്ടിലെ ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കേണ്ടി വരും മാസ്റ്ററിന്. ഇപ്പോൾ ഓർഡർ ഇട്ട് അവളെ കൊണ്ട് ജോലിയെല്ലാം ചെയ്യിപ്പിക്കുകയല്ലേ, ഇനിയിപ്പം അവൾ ഇരുന്നിട്ട് ഓർഡർ ഇടും, അത് ഇത് ചെയ്യുക, ഇതെടുക്കുക എന്നൊക്കെ. അത് മാസ്റ്ററിന് അനുസരിക്കേണ്ടി വരും എന്ന് പറയാം. അപ്പോൾ ചന്ദ്ര പറയാ, ഇങ്ങനെയായിരുന്നു രേവതിയുടെ മനസ്സിലുള്ളത്, ഇതായിരുന്നല്ലേ അവളുടെ മനസ്സിലെന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയാം, അതേന്നേ ഇതായിരുന്നു അവളുടെ മനസ്സിൽ, അവളുടെ മനസ്സ് മുഴുവൻ മാസ്റ്ററോടുള്ള വൈരാഗ്യ. അപ്പോൾ അവൾ എന്നെ വേലക്കാരിയാക്കാൻ നോക്കുകയാണ്. അവളുടെ ബിസിനസ് പുരോഗമിച്ച് അവൾക്ക് കുറേയധികം പണമായി കഴിയുമ്പം അവൾ എന്നെ വേലക്കാരിയാക്കാൻ നോക്കുന്നല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയാം, അതെ വേലക്കാരിയാക്കാൻ നോക്കുക. അങ്ങനെ ഒരവസ്ഥ എൻ്റെ മാസ്റ്ററിന് ഉണ്ടാവരുത്. അതിനുവേണ്ടി ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അല്ല എന്ത് ഐഡിയയാ? അവളെ ഇനി ജോലിക്ക് വിടരുത്. അവളെ ഈ ബിസിനസ് ചെയ്യാനോ മാലക്ക കെട്ടാനോ ഡെക്കറേഷനോ ഒന്നിനും വിടരുത്. അതിന് മാസ്റ്റർ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലിക്ക് പോകാൻ പറ്റില്ലെന്ന് തന്നെ പറയണം എന്ന് പറയുക. അപ്പോൾ ഉടനെ ചന്ദ്ര പറയാം, എനിക്ക് അവളെ ജോലിക്ക് പോകുന്നത് ഇഷ്ടമൊന്നുമില്ല, വീട്ടിലെ ജോലി ചെയ്താൽ മതി എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ.
അവളുടെ ഭർത്താവുണ്ടല്ലോ കിഴങ്ങൻ സച്ചി, അവനത് സമ്മതിക്കില്ല. അവനോടെങ്ങാനും ഞാൻ പറയണം രേവതിയെ ജോലിക്ക് വിടേണ്ടെന്ന്, പിന്നെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടും. അതേ രീതിയെ രണ്ടും. ഞാൻ പറഞ്ഞാലൊന്നും അവരനുസരിക്കില്ല, ജോലിക്ക് പോകാതെ ഇരിക്കേയില്ല. അവള് പോകും അവളുടെ ജോലി ചെയ്യാൻ. അപ്പോഴേക്കും അവർ പറയാണ്, അതെ വീട്ടിലെ പണികളൊക്കെ കുറച്ചധികം അങ്ങ് കൊടുക്കണം, അപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങ് ഇരുന്നോളൂ എന്ന് പറയുക. അപ്പം ചന്ദ്ര പറയാം, വീട്ടിലെ പണിയെല്ലാം അവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അതെങ്ങനെയായാലും അവൾ വെളുപ്പിന് എണീറ്റിട്ടായിട്ടും ആ പണികളെല്ലാം തീർത്ത് വെച്ചിട്ട് അവൾ മാല വയ്ക്കാൻ പോകും. മാല കിട്ടുകയും ചെയ്യും. എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു പിടുത്തവും ഇല്ല എന്ന് പറയുക. അപ്പോൾ അവർ പറയാം, ഡേ അത് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും അടവ് പിടിച്ചിട്ട് മേഡത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. മാസ്റ്ററിന് എന്തെങ്കിലും കൈക്കോ കാലിനോ ഒക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാവുമ്പോഴേ അവൾ വീട്ടിൽ നിന്ന് മാസ്റ്ററെ നോക്കിക്കോളും. അങ്ങനെയുള്ള ഐഡിയ അവസാനം അറ്റ കൈക്ക് അങ്ങ് പ്രയോഗിക്കണം എന്ന് പറയാം. അപ്പം ചന്ദ്രയെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ശരിയാ അങ്ങനെ ചെയ്യണം. എന്തായാലും അവളെ ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ. അവളിങ്ങനെ വളർന്നു പോയാലേ ഞാൻ അവളുടെ ജോലികളൊക്കെ ചെയ്ത് അവളുടെ ജോലിക്കാരിയായിട്ട് നിൽക്കേണ്ടി വരും എന്ന് ചന്ദ്ര ഇങ്ങനെ വിചാരിക്കുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവുവിനെയാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രാഫിക് പോലീസുകാരനൊക്കെ ഉണ്ട്. അത് നമ്മുടെ സച്ചിയുടെ ശത്രുവായിട്ട് വരുന്ന ഒരാളാണ്. അയാളെയാണ് നമ്മുടെ ദേവു ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും. അയാളുടെ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന സമയത്ത് ദേവുവാണ് അവരെ നോക്കുന്നത് കേട്ടോ. കാരണം അയാൾക്ക് കുറച്ചധികം ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയുടെ അടുത്തിരിക്കാൻ സമയമില്ല. വേറെ ബന്ധുക്കളൊന്നും അടുത്തില്ല എന്നൊക്കെ പറയുമ്പം ദേവു പറയാണ്, ഞാൻ നോക്കിക്കോളാം അമ്മേ, എനിക്കും ഇതുപോലൊരമ്മ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് താങ്കൾ വരുന്നവരെ ഞാൻ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയാം. അങ്ങനെ ദേവു അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ രേവതി വിളിക്കുകയാണ് ദേവുവിനെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഓർഡറൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ അത്രയും വലിയൊരു ഓർഡർ കിട്ടിയപ്പം എങ്ങനെയെങ്കിലും ദേവുവിനോടും കൂടെ പറഞ്ഞ് അത് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് നമ്മുടെ രേവതി വിളിച്ചിട്ട് ദേവുവിനോട് പറയാ, അതെ ദേവു നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവു പറയാ, അതെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അതെ എനിക്കൊരു വലിയ ഡെക്കറേഷൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നാളെ നീ എൻ്റെ കൂടെ വരണം, അന്നാണ് പരിപാടി, ആ പരിപാടിക്ക് നീ വരണം എന്ന് പറയാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, അത് ശരി ഞാൻ വരാം. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അപ്പം നീ നോക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നല്ലോ, ആ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോൾ ഉടനെ ദേവ് പറയാം, ആ അമ്മയ്ക്കിപ്പോൾ നല്ല കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വരാം എന്ന് പറയാം. ആ അമ്മയ്ക്ക് അസുഖമൊക്കെ കുറവുണ്ടല്ലോ അല്ലേ എന്ന് പറയുമ്പം ദേവ് പറയാം, ദേ ഞാൻ ആ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം, രേവതി ചേച്ചി സംസാരിക്കുന്നു പറയുക. എന്നിട്ട് ആ അമ്മയുടെ കയ്യിലേക്ക് ദേവ് ഫോൺ കൊടുക്കുമ്പോൾ രേവതിയോട് അവർ പറയുക, മോളെ രേവതി, നിൻ്റെ അനിയത്തി വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ലൊരു കൊച്ചാ കേട്ടോ. ദേ ഇവിടെ നിന്ന് എന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ മറ്റൊരു പെൺകുട്ടികൾക്കും ഇത്രയധികം സമയമൊന്നും എടുത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാവില്ല. ദേവു അങ്ങനെയല്ല. ദേവുവിനെ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നതേ നല്ല ഒരു പയ്യനായിരിക്കും, അവൻ്റെ ഭാഗ്യമായിരിക്കും ഇവളെ വിവാഹം കഴിക്കുക എന്നുള്ളത് എന്നൊക്കെ അവരിങ്ങനെ പറയാം. അപ്പോൾ ഈ ട്രാഫിക് പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അയാളും ഇത് കേൾക്കുമ്പോഴേക്കും അയാൾക്കും അങ്ങ് സന്തോഷമാവുക. ഇതൊക്കെ കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിലും ദേവുവിനോടൊരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ദേവുവിനാണെങ്കിലും അയാളോടും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടേ. അങ്ങനെ രേവതി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ. അതേസമയം എല്ലാം ഓക്കെ ആക്കി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ നല്ല മനസ്സിന് നല്ല പ്രയാസമാണ് കേട്ടോ. അവർ അത് പറയുകയും ചെയ്തു, രേവതി ചന്ദ്രയെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നതെന്നും രേവതിക്ക് കുറച്ചധികം പണം ഉണ്ടായിട്ട് വേണം ചന്ദ്രയെ ഒരു വേലക്കാരിയെ പോലെ കാണാനെന്നൊക്കെ പറഞ്ഞത് പിന്നെയും ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ചന്ദ്രയുടെ മനസ്സിൽ ഇങ്ങനെ തെകിട്ടി വരിക, എങ്ങനെ ഇവളെ തടയാൻ പറ്റും, ഇവളെ ജോലിക്ക് വിടാതിരിക്കണം, ഇവളിങ്ങനെ പോയാലേ പണം കുറച്ചധികം ഉണ്ടാക്കും, പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയുണ്ടാവില്ല, അതിനനുവദിച്ചുകൂടാ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര വിചാരിക്കുക. അപ്പോഴാകട്ടോ നമ്മുടെ ശ്രുതി അതുവഴി വരുന്നേ. ശ്രുതി ചോദിക്കുക, അല്ല അമ്മ എന്താ ഈ ആലോചിക്കുന്നത്? ചന്ദ്ര ഇങ്ങനെ തന്നെ നിന്ന് ആലോചിക്കുക. അമ്മ എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ചന്ദ്ര, മോളെ ശ്രുതി, നീ ആയിരുന്നോ? അല്ല എന്താ അമ്മ ആലോചിക്കുന്നേ? എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നല്ലോ, ആരോടോ ദേഷ്യമുള്ള പോലെ തോന്നുന്നല്ലോ എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര പറയാ, അതെ ശ്രുതി, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. രേവതിക്ക് നാളെ ഒരു വലിയ ഫംഗ്ഷൻ്റെ ഡെക്കറേഷൻസ് ഉണ്ട്, അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാ, പിന്നെ അറിയാം, ഇവിടെ മുഴുവൻ വിളംബരം ചെയ്ത് നടക്കല്ലേ, ഒരു വലിയ ഫംഗ്ഷനാണ്, അവൾക്ക് കുറച്ചധികം പണവും കിട്ടും. ഇങ്ങനെ പോയാലേ രേവതി ഒരു ലക്ഷപ്രഭു ആവും. ആൻറ്റിക്ക് അറിയോ, ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ഫംഗ്ഷനും ഡെക്കറേഷനും ഒക്കെ രേവതിക്ക് കിട്ടുന്നത്.
ഇവളിതൊക്കെ എന്ത് കാണിക്കാണാവോ, ഇത്രയും പണം കിട്ടുമോ മാല കെട്ടാൻ? അങ്ങനെയാണെങ്കിൽ വല്ല മാല കെട്ടാനും പൂ കെട്ടാൻ ഡെക്കറേഷൻ ചെയ്യാനും ഒക്കെ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയും ചോദിക്കുമോ, ആണോടി ഇത് സത്യമാണോ മോളെ, അവൾക്ക് ഇത്രയധികം പണമൊക്കെ കിട്ടപ്പോരുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറഞ്ഞു കൊടുക്കുക, പിന്നെ ഉണ്ട്. അപ്പോൾ ചന്ദ്ര പറയണേ, ഇന്നേ എൻ്റെ ഡാൻസ് സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഒരു ആളുണ്ട്, അവരും ഇതുപോലെ പൂക്കളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയും മാല കെട്ടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യമൊക്കെ ബോധ്യപ്പെട്ടത്, രേവതിക്ക് ഇത്രയധികം വരുമാനമൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ ഇവള് ജോലിയെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ ഇവൾക്ക് ഇത്രയും കാശ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം അവരാ പറഞ്ഞതെന്ന് പറയാം. അപ്പം ശ്രുതി പറയാ, അതൊക്കെ സത്യ ആൻറ്റി എന്ന് പറയാം. അപ്പോൾ പറയാം, അത് മാത്രമല്ല ശ്രുതി, അവരെ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. രേവതിയുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്നറിയാമോ നിനക്ക്? അപ്പോൾ ശ്രുതി ചോദിക്കുക, എന്താ? അതെ, അവൾക്ക് കുറച്ചധികം പണമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ ഇവിടുത്തെ ഒരു ജോലിക്കാരിയാക്കണം. എന്നെ മാത്രമല്ല, ചിലപ്പോൾ നിന്നെയും അവൾ ഇവിടുത്തെ ജോലിക്കാരിയാക്കും. ഇപ്പം അനുസരണയോടുകൂടി ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന അവളെ ഇനി ചെയ്യാതെ വന്നാൽ എന്ത് ചെയ്യും ശ്രുതി? എന്താ ചെയ്യുക? നീ ഞാനും ഒക്കെ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരില്ലേ? അതെങ്ങനെയാ ശരിയാവുക എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുമ്പം ശ്രുതിയും പറയാ, മനസ്സിൽ വിചാരിക്കാം, ഇത് നല്ലൊരു അവസരമാണ് കേട്ടോ, ഈ സമയത്ത് ഇത് കറക്റ്റ് കാര്യമാണ്, ഇവരോട് ഇത് ഒന്ന് എരിവ് കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ശ്രുതി പറയാ, ശരിയാ ആൻറ്റി, അതെ, രേവതിയുടെ മനസ്സിൽ അങ്ങനെ തന്നെയാ. ഇപ്പം രേവതി ആൻറ്റി പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് ഇവിടെ നിൽക്കുന്നില്ലേ? അതേസമയം കുറച്ച് കാശ് കൈ വരികയും അവളുടെ ബിസിനസ് അങ്ങ് വളരുകയും ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി പറയുന്ന കേട്ട് അവൾ ഈ വീട്ടിൽ നിൽക്കുമോ? നിൽക്കില്ല. അവൾ ഡെക്കറേഷൻ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകും. ഈ വീട്ടിലെ ജോലികളെല്ലാം ആൻറ്റി തനിയെ ചെയ്യേണ്ടി വരും. മാത്രമല്ല അവളുടെ ജോലിക്കാരിയായിട്ട് ആൻറ്റിക്ക് മാറേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം, ശരിയാ, അതിന് അനുവദിച്ചുകൂടാ, അവളെ ജോലിക്ക് വിടാൻ പാടില്ല, അവളെ ഡെക്കറേഷൻ്റെ വർക്കിന് വിടരുത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക ചന്ദ്ര. അപ്പോൾ ശ്രുതിയും പറയാം, ശരി ആൻറ്റി, എങ്ങനെയെങ്കിലും അത് തടയണം, നാളെ ഒരു വലിയ ഓർഡറാണ് കിട്ടാൻ പോകുന്നത്, അതെങ്ങനെയെങ്കിലും ആൻറ്റി തടയണം, അവളുടെ ആ ഓർഡർ നഷ്ടപ്പെടണം. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ അവളെ ആരും വിളിക്കില്ല. ഒരു പണി ചെയ്യാൻ കൊടുത്തിട്ട് മര്യാദയ്ക്ക് ചെയ്യാത്തവളെ ഇനി ആരും വിളിക്കാനാ? ആരും വിളിക്കില്ല. അതോടുകൂടി അവൾക്ക് പിന്നെ ഒരു ഓർഡറും കിട്ടാതെ വരും എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുത്ത് ഫലിപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ. ചന്ദ്ര അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം മനസ്സിൽ വിചാരിക്കാം. അതേസമയം നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ പോവുക. അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. അപ്പം MD ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് ശ്രീകാന്തിൻ്റെ വൈഫല്ലേ വർഷയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം വർഷ പറയാം, മാഡം എനിക്കിവിടെ എന്തെങ്കിലും ജോലി തന്നേക്ക്, എനിക്ക് ശ്രീകാന്തുമായിട്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ ശ്രീകാന്തിന് വർഷം ഇവിടെ ജോലി ചെയ്യുന്നൊന്നും ഇഷ്ടമില്ല എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്തൻ വന്നിട്ട് പറയാം, എൻ്റെ പൊന്നു വർഷേ, നീ ഡബ്ബിങ്ങിന് പോകുന്നില്ലേ, ഇനി എന്തിനാ ഇവിടെ വന്ന് ഈ ജോലിക്ക് നിൽക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതല്ല ശ്രീകാന്ത്, എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കാം, ഇവിടെ ജോലി ചെയ്യാം, എനിക്ക് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം, ഡബ്ബിങ്ങൊക്കെ അവിടെ നടന്നോളും, ഡബ്ബിങ്ങിന് പോരാത്തതിന് ഒരു പാർട്ട് ടൈം ജോബ് അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് സമ്മതിക്കുക കേട്ടോ, എന്താണെന്ന് വെച്ചാൽ നീ കാണിക്ക്, നിൻ്റെ ഇഷ്ടം പോലെ കാണിക്ക്, ഞാനതൊന്നും തടയാനായിട്ട് നിൽക്കുന്നില്ലെന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് കേട്ടോ വർഷയോട്. അതിനൊക്കെ ശേഷം വൈകുന്നേരം ആകുമ്പം നമ്മുടെ ചന്ദ്ര മനസ്സിലിങ്ങനെ വിചാരിക്കുക, എങ്ങനെ രേവതിയെ വീഴ്ത്താമെന്നുള്ള കാര്യം. അങ്ങനെ രേവതിയും സച്ചിയും വരും. അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ നാളെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ, അത് രാവിലെ തന്നെ പോകണം, അവിടെ അതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ മുൻപിൽ നിൽക്കണം, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, അല്ലാതിരുന്നാൽ ശരിയാവത്തില്ല, ഞാൻ തന്നെ എല്ലാത്തിലും ഇടപെടണം, അങ്ങനെയൊക്കെ പറയുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര അങ്ങ് അഭിനയം പാസ്സാക്കുക. ചന്ദ്ര വിളിക്കുക, എടാ സച്ചി, രേവതി ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കേ. എന്താന്നും പറഞ്ഞ് എല്ലാവരും ചെല്ലുമ്പോൾ പറയാം, അതെ, എൻ്റെ ഈ കൈ അനക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൈ അങ്ങ് ഉളുക്കി, കൈ വല്ലാതായി, കണ്ടില്ലേ, ഉളുക്കിയിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കും ഉടനെ വന്നിട്ട് രേവതി പറയുന്നുണ്ട്, അയ്യോ അമ്മയുടെ കൈ ഉളിക്കുമോ, ഞാൻ ചൂടൊക്കെ വെച്ച് തരാം, ഇത്തിരി മരുന്നൊക്കെ പുരട്ടി തരാമെന്ന് പറഞ്ഞ് കുറച്ച് ബാമൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ വെള്ളം ചൂടാക്കി വെക്കട്ടെ എന്നും പറഞ്ഞ് കുറച്ച് ചൂടുവെള്ളമൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് രേവതി ചന്ദ്രയുടെ കയ്യിൽ ചൂട് പിടിക്കാൻ പോവുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പിടിക്കാതെ ഇനിയിപ്പോൾ രക്ഷയില്ലല്ലോ, ചൂടുവെള്ളമെങ്കിൽ ചൂടുവെള്ളം നീ എൻ്റെ കയ്യിൽ പിടിക്ക് എന്നും പറഞ്ഞ് ചന്ദ്രയ്ക്ക് ചൂട് വെച്ചൊക്കെ കൊടുക്കുക രേവതി. അപ്പോൾ രേവതിയോട് ചന്ദ്ര പറയാം, രേവതി നിനക്ക് നാളെ രാവിലെ ഒരു ഫംഗ്ഷൻ്റെ ഓർഡറൊക്കെ ഇല്ലേ, അതിന് പോകണ്ടേ,
അപ്പോൾ പിന്നെ ആരാ എൻ്റെ കൈയൊക്കെ നോക്കുക? എനിക്ക് ഈ കൈ വെച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഭക്ഷണം പോലും എടുത്ത് കഴിക്കാൻ പറ്റില്ല. എന്തിനാ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യുക ഇവിടെ ഇരുന്ന്? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം നിനക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ, ആരും എന്നെ ഒന്ന് നോക്കാനും ഇല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് അമ്മ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നാളത്തേക്ക് കുറഞ്ഞില്ലെങ്കിൽ അപ്പോഴത്തെ കാര്യം ചിന്തിച്ചാൽ പോരേന്നൊക്കെ രേവതി പറഞ്ഞ് ചന്ദ്രയെ ആശ്വസിപ്പിക്കുക. ചന്ദ്രയുടെ മനസ്സിലിങ്ങനെ ലഡു പൊട്ടി നിൽക്കുക കേട്ടോ. കാരണം രേവതിയെ കൊടുക്കാൻ പറ്റിയ അവസരം. തീരെ വയ്യെന്ന് പറഞ്ഞാൽ നാളെ ഇനിയിപ്പോൾ രേവതി അങ്ങോട്ട് പോകത്തുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ചന്ദ്ര ഇരിക്കുക. അപ്പോൾ രേവതിക്ക് ആകെ ടെൻഷനായിട്ട് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അമ്മയുടെ കൈയാണെങ്കിൽ വയ്യ, ഇനിയിപ്പോൾ നാളെ ഞാൻ എങ്ങനെയാണ് പോവുക? അത്രയും വലിയ ഒരു ഓർഡറാണ്, അതിൻ്റെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ഞാൻ ചെല്ലണം, അത് ചെയ്യാൻ അവിടെ വേറെ ആരുമില്ല, എന്താ ഇപ്പം ചെയ്യുക, ഇതിനൊരു പരിഹാരം എന്താ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാം, നീ തീർച്ചയായിട്ടും പോകണം, അല്ലാതെ ഇവിടെയൊന്നും ഇരിക്കേണ്ട, അമ്മയുടെ കൈ വയ്യെങ്കിലേ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി പറയാം, അയ്യോ അമ്മയുടെ കൈ വയ്യാത്തത് എങ്ങനെയാണ് സച്ചിയേട്ടൻ നോക്കുന്നത്? അമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വേണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ? സച്ചിയേട്ടൻ നിന്നിട്ട് എന്ത് കാണിക്കാനാ? അതുമല്ല അമ്മയും സച്ചിയേട്ടനും കൂടെ ചേരില്ല, എപ്പോഴും വഴക്കായിരിക്കും, അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കാം എന്ന് രേവതി പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട വേണ്ട വേണ്ട, നീ നിൽക്കൊന്നും വേണ്ട, നീ നിൽക്കണ്ട, പാർലയിടത്തിയുണ്ടല്ലോ, പാർലയിടത്തിയോട് പറയാം, അല്ലെ വർഷയോട് പറയാം, അവരാരെങ്കിലും നിൽക്കട്ടെ, അല്ലാതെ നീ നിൻ്റെ ജോലി കളഞ്ഞിട്ട് ഇവിടെ അമ്മയുടെ കൈ നോക്കാനൊന്നും നിൽക്കുകയൊന്നും വേണ്ടെന്ന് സച്ചി പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവരൊന്നും നിൽക്കൊന്നുമില്ല, ശ്രുതിക്ക് പാർലറിൽ പോകണ്ടേ, വർഷയ്ക്ക് ഡബ്ബിങ്ങിനും പോകണം, അപ്പോൾ അവരെയൊക്കെ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്? സാധാരണ ഞാനല്ലേ വീട്ടിൽ നിൽക്കാറുള്ളത്, അപ്പം തന്നെ ഞാൻ തന്നെ അമ്മയുടെ കൈയൊക്കെ നോക്കിക്കോളാമെന്ന് പറയാം. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ നിൻ്റെ ഓർഡർ ഇട്ട് കളയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അങ്ങനെ വിട്ട് കളയൊന്നുമില്ല, ഞാൻ ചെയ്തോളാം, ഞാനതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളാം, സച്ചിയേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് രേവതി പറയാം. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പം ചന്ദ്ര എണീറ്റ് വരുന്ന പാടെ വിളിക്കുക, രേവതി രേവതി ഇങ്ങോട്ട് വന്ന് എൻ്റെ കൈ അനക്കാൻ വയ്യേ, എന്നെ ഒന്ന് പിടിച്ചേന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. രേവതി ഓടി ചെല്ലുന്നുണ്ട്, എന്നിട്ട് അപ്പോൾ കയ്യിലേക്ക് പിടിക്കുക, അന്നേരം അയ്യോ യോ എൻ്റെ കയ്യെ പിടിക്കുന്നേ എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല അമ്മ വിഷമിക്കൊന്നും വേണ്ട, അമ്മ ഇവിടെ നിന്നു എന്ന് പറയാം. നീ ഇന്ന് പോകുന്നുണ്ടോ വർക്കിന്? നീ ഇന്ന് വർക്കിന് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ആരാ നോക്കുന്നത്? അല്ലെങ്കിലും എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എൻ്റെ കൈ വേദന എടുത്തിട്ട് വയ്യേ എന്നൊക്കെ പറഞ്ഞ ചന്ദ്ര അങ്ങ് കള്ളത്തരം അഭിനയിച്ച് തകർക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല ഇല്ല ഞാൻ പോകുന്നില്ല, ഞാൻ ഇന്ന് ഓർഡർ എടുത്തതിന് പോകുന്നില്ല, ഞാൻ ഈ വീട്ടിൽ തന്നെ കാണുമെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് സന്തോഷമാവുകയാണേ. ഇവള് ഇന്ന് പോകുന്നില്ല, എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ പിടിച്ചു നിർത്തണം, ഇവള് ചെല്ലാതിരുന്ന അവിടെ കാര്യങ്ങളെല്ലാം കുളവാകും, ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയിട്ട് ഇവളത് നേരാവണ്ണം നോക്കിയില്ലെങ്കിൽ ഇവൾക്ക് ഈ ഓർഡറും കാശും എല്ലാം നഷ്ടം വരും, ഇനി വേറെ ആരും ഇവളെ വിളിക്കുകയില്ല, കാരണം ഈ പണിയില്ലേ കാണിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ചന്ദ്ര അങ്ങ് സന്തോഷിച്ചിരിക്കുക. രേവതിയാണെങ്കിൽ ചന്ദ്രയുടെ കയ്യിലൊക്കെ പിടിച്ച് തിരുമൊക്കെ ചെയ്യുകയാണ്, എന്നിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ച് തിരിച്ച് കുലുക്കുകയൊക്കെ ചെയ്യുക. അയ്യോ ഇവളെൻ്റെ കൈ തിരിച്ച് പിടിക്കുന്നേ, ഇവളെൻ്റെ കൈ പിരിക്കുന്നേ, പിരിച്ചൊടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയൊക്കെ അഭിനയിച്ച് തകർക്കുകയാണേ. രേവതി തിരുമിയൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രേവതി പോകാതിരിക്കുക. അതേസമയം രേവതിയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം വീഡിയോ കോളിൽ കൂടെ ചെയ്യാണ് കേട്ടോ. വീഡിയോ കോളിൽ കൂടെ എല്ലാം കണ്ടിട്ട് അവിടെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് കറക്റ്റായിട്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചന്ദ്ര അറിയുന്നുമില്ല. ചന്ദ്രയുടെ വിചാരം രേവതി പോകാതിരിക്കുന്നത് കൊണ്ട് ആ ഓർഡർ അങ്ങ് നഷ്ടപ്പെട്ട് രേവതിയുടെ പണിയെല്ലാം പോയി ഇരിക്കും എന്നുള്ള കാര്യമാണ്. അതേസമയം രേവതി നല്ല സൂപ്പറായിട്ട് അതെല്ലാം ചെയ്ത് ആ ഫംഗ്ഷൻ നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കുകയാണ്. അപ്പം ഇത് നമ്മുടെ ആ സ്ത്രീ അറിയാണ് കേട്ടോ, രേവതിയുടെ ശത്രു. അവരോട് ഒരാൾ വന്ന് ഇതെല്ലാം പറയുമ്പം അവർക്ക് മനസ്സിലാവുകയാണ് കേട്ടോ, വീഡിയോ കോളിൽ കൂടെ ചെയ്ത് ഇതെല്ലാം ചെയ്തല്ലോ എന്ന്. അവർ ചന്ദ്രയെ വിളിച്ചിട്ട് ചോദിക്കുക, എന്നാലും മാസ്റ്റർ എന്ത് പണിയെ കാണിച്ചത്? മാസ്റ്റർ എല്ലാ കാര്യങ്ങളും ഏറ്റു, ഈ ഓർഡർ അവൾക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് ഇപ്പോൾ ഈ ഓർഡർ ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ അവളെല്ലാം പൂർത്തിയാക്കിയല്ലോ എന്ന് പറയുക. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനിവിടെ അഭിനയിച്ച് തകർത്തല്ലോ, രേവതി ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, പിന്നെ ഇങ്ങനെയാണ് അവൾ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിലേ രേവതി വീഡിയോ കോളിൽ കൂടെ എല്ലാ കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് അവൾക്ക് ഈ ഫംഗ്ഷൻ നഷ്ടപ്പെട്ടുമില്ല, എൻ്റെ കാര്യം കുളമായി, ഞാൻ മാസ്റ്ററോട് പ്രത്യേകം പറഞ്ഞതല്ലേ ഇത് അനുവദിച്ചുകൂടെന്ന്. അപ്പോൾ ചന്ദ്ര പറയാ, ഷോ എനിക്ക് അബദ്ധം പറ്റിയല്ലോ, അവളുടെ കൂടെ തന്നെ നിൽക്കണമായിരുന്നു, അവൾ വീഡിയോ കോൾ ചെയ്യാൻ സമ്മതിക്കരുതായിരുന്നു, അതിനെനിക്ക് പറ്റിയില്ല, അവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറക്കിയിട്ടില്ല, പക്ഷെ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചുമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവർ പറയാം, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ,
മാസ്റ്ററിനെ അവൾ പണം ഉണ്ടാക്കി കഴിയുമ്പം മാസ്റ്ററിനെ ഒരു വേലക്കാരിയായിട്ട് തന്നെ കണ്ടോളും. അതേ ഇനി സംഭവിക്കാൻ പോകുന്നുള്ളൂ എന്ന് അവർ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ട് അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്